കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ജനറലായിട്ട് വരുന്ന ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. പേജ് 190 വരുന്ന എക്സസൈസാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 43 ഇൻറ്റു 47 ആണ്. ഇതിന് നമുക്ക് 40 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 7 അങ്ങനെ എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 40 ആണ്. അത് നമുക്ക് 40 സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്. സെഡിൻ്റെ സ്ഥാനത്ത് വരുന്നത് 7 ആണ്. അപ്പോൾ 40 ഇൻറ്റു 3 പ്ലസ് 7 പ്ലസ് 3 ഇൻറ്റു 7 which is equal to 40 square plus 40 into 10 plus 3 into 7 21 which is equal to 1600 plus 400 plus 21 which is equal to 2021. ഈ സെയിം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 63 ഇൻറ്റു 67 ആണ്. ഇതിനെ നമുക്ക് 60 പ്ലസ് 3 ഇൻറ്റു 60 പ്ലസ് 7 എന്നെഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 60 ആണ്, വൈയുടെ സ്ഥാനത്ത് 3 ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് 7 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 3 പ്ലസ് 7 പ്ലസ് 3 ഇൻറ്റു 7 വിച്ച് ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3600 ആണ്. പ്ലസ് 60 ഇൻറ്റു 10 പ്ലസ് 21 വിച്ച് ഇസ് ഈക്വൽ ടു 3600 പ്ലസ് 600 പ്ലസ് 21 വിച്ച് ഇസ് ഈക്വൽ ടു എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 4221 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്നത് 103 ഇൻറ്റു 107 ആണ്. അത് നമുക്ക് 100 പ്ലസ് 3 ഇൻറ്റു 100 പ്ലസ് 7 എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 100 ആണ്, വൈയുടെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് വരുന്നത് 7 ആണ്. 100 സ്ക്വയർ പ്ലസ് 100 ഇൻറ്റു 3 പ്ലസ് 7 പ്ലസ് 3 ഇൻറ്റു 7 വിച്ച് ഇസ് ഈക്വൽ ടു 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. പ്ലസ് 100 ഇൻറ്റു 10 പ്ലസ് 21 വിച്ച് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് 1000 പ്ലസ് 21 which is equal to 11,021. Sorry. $11,021 കിട്ടും. നമുക്കിനി സെക്കൻഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 51 ഇൻറ്റു 53 ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 50 ആയിരിക്കും. 51നെ നമുക്ക് 50 പ്ലസ് 1 എന്ന് എഴുതാം. 52നെ 50 പ്ലസ് 2 എന്ന് എഴുതാം.
അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 50 ആണ്, വൈയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 50 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ആണ്, പ്ലസ് 50 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2500 പ്ലസ് 50 ഇൻറ്റു 3 150 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 2652 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 81 ഇൻറ്റു 82 ആണ്. ഇതിൽ നമുക്ക് 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2 എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 80 ആണ്, അപ്പോൾ 80 സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. 1 പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 2. 80 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6400 ആണ്, പ്ലസ് 80 ഇൻറ്റു 3 പ്ലസ് 2 which is equal to 6400 plus 240 plus 2 which is equal to 6642 എന്ന് കിട്ടും. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 301 ഇൻറ്റു 302 ആണ്. ഇതിൽ നമുക്ക് 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2 എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് 300 ആണ്, വൈയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് വരുന്നത് 2 ആണ്. അപ്പോൾ 300 സ്ക്വയർ പ്ലസ് 300 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 2 which is equal to 300 സ്ക്വയർ പ്ലസ് 300 ഇൻറ്റു 3 പ്ലസ് 2. 300 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 90,000 വരും, പ്ലസ് 300 ഇൻറ്റു 3 900 പ്ലസ് 2 which is equal to 90,902. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ എല്ലാ എക്സസൈസും കംപ്ലീറ്റ് ആയി.